മോർണിംഗാണ് കേട്ടോ. മോർണിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എണീറ്റപ്പോൾ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ കതകൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല മഴയും കാലാവസ്ഥയൊക്കെ നല്ല ചില്ലായിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കറിയും പരിപ്പും അതുപോലെ തന്നെ ചോറും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അതായത് നമ്മുടെ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്കറിയത്തില്ല അത് നടക്കുമോ എന്നുള്ളത് സംശയമാണ്. എനിക്കിന്ന് ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാൻ വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അരിയൊക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുക്കറിൽ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് കിട്ടുന്ന പോലെ ആക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകാനായിട്ടൊന്ന് ഇക്കായെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായാണ് വന്നിട്ട് ചിക്കൻ കഴുകുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് ഞാൻ പരിപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പയർ ഞാൻ ശരിക്കും പറഞ്ഞാൽ തലേദിവസം വെള്ളത്തിടാൻ മറന്നുപോയി. എന്നാലും ഇപ്പോൾ രാവിലെ എണീറ്റതിന് ശേഷം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് അതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുറച്ച് വിസിലടിച്ചെടുക്കുമ്പോഴത്തേക്കും അത് സെറ്റായി വരുമല്ലോ. ഇനി നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഞാൻ മസാല ഒന്ന് ജസ്റ്റ് വറുത്തിട്ടാണ് ചിക്കൻ വെക്കുന്നത്. ഞാൻ എന്തായാലും കുക്കറിലാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മസാല വറുത്തിട്ട് വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിന് ആവശ്യത്തിന് കണക്കിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാലയിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു റെസിപ്പി സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശ്മീരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ചുമന്നിരിക്കണം. അപ്പോൾ ചുമന്നിരിക്കുമ്പോൾ ഒരു കാണാൻ കണ്ണിനൊരു കുളിർമയാണല്ലോ. ഞാൻ കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനി നമ്മുടെ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ്. നമ്മുടെ മസാലയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടോ. പൊതുവേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കറി ഉണ്ടാക്കാനാണെങ്കിൽ 100 വട്ടം മസാല ഇരിക്കുന്നത് നമ്മുടെ അലമാരിയുടെ ഉള്ളിലാണ്. അതെടുക്കാൻ വേണ്ടിയിട്ട് 1, 2, 3 അങ്ങനെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്ന് പറഞ്ഞ് ഓരോന്നെടുത്തെടുത്ത് എൻ്റെ സമയം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പം ഒറ്റ ബോക്സിൽ എല്ലാം ഒരുമിച്ച് കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊന്നും ലീക്കാവുന്നില്ല. അപ്പം നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. പിന്നെ നമുക്ക് തേങ്ങ പൊട്ടിക്കാനുണ്ടായിരുന്നു. എനിക്കിതുവരെ ആയിട്ടും തേങ്ങ സ്വന്തമായിട്ട് പൊട്ടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇക്കാലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് പൊട്ടിച്ചൊക്കെ തരുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ തിരുവിയിട്ട് ഇതിൻ്റെ പാലെടുക്കണം. കാര്യം ഞാൻ ചിക്കൻ കറിക്കകത്ത് പാലൊഴിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ തേങ്ങ ഇരുവിയാലും എൻ്റെ കൈ ഒന്ന് പോറിക്കും, ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. പിന്നെ നമ്മുടെ പരിപ്പിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണമല്ലോ. അപ്പം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടൂലായിരിക്കും. ഇനിയും ഞാൻ 2-3 വിസിലൊക്കെ അടുപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ എണീറ്റപ്പം മൊത്തത്തിൽ ലേറ്റായി. പരിപ്പ് വെക്കണമെന്ന് ഇന്നലെ ശരിക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പം സ്വിച്ച് ഇട്ട പോലെ വന്ന പ്ലാൻ ആയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ടി സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മുടെ കടുക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കരിവേപ്പില മേടിക്കുന്നതാണ് കോമഡി. നാട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ. ഇവിടെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു നാടൻ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ പയറും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് പയർ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ആ സൈഡിൽ ഇരുന്ന് അങ്ങ് സെറ്റായിക്കോളൂ. ഉപ്പുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെയാണല്ലോ പൊതുവേ എല്ലാവർക്കും അല്ലേ. ഇനി നമ്മുടെ കിച്ചൺ ഏരിയ ഒന്ന് ജസ്റ്റ് കഴുകി വൃത്തിയാക്കണം. ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ പാത്രങ്ങൾ ചുമ്മാ എടുത്ത് കൂട്ടുമെന്ന്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി ഇനി അതൊക്കെ ഒരു സ്ഥലത്ത് സെറ്റാക്കി വെക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കിച്ചൺ മാത്രമല്ല എനിക്ക് വൃത്തിയാക്കാനുള്ളത്, നമ്മുടെ ബാത്റൂമും ഹാളും ഒക്കെ വൃത്തിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്നലെ എനിക്കൊരു ആവേശം മൂത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലോർ മാറ്റുകളെല്ലാം പെറുക്കിയിട്ട് അങ്ങോട്ട് കഴുകി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട്
അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കാര്യം ഞാൻ അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അത്ര കഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ പണിയെടുക്കേണ്ട കാര്യമില്ലയെന്ന് എനിക്ക് പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, നമ്മുടെ ചിക്കൻ കറിയിലോട്ട് വരാം. നമ്മുടെ ചിക്കൻ കറി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും. ഞാൻ 2-3 വെട്ടം ഉപ്പ് നോക്കും. ഓക്കെ അല്ലേ. കാര്യം വേറൊന്നുമില്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കുക്കിംഗ് എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടിട്ട് കുക്കിങ്ങും അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ വീട്ടിലുള്ള പരിപാടികളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. എല്ലാം ഒരു എക്സ്പെരിമെൻ്റാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫൈനലി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നാടൻ ഗരം മസാല, അതായത് വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടത്തേന് വേറൊരു പ്രത്യേക തരം ഫ്ലേവറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി സെറ്റാവും. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാനൊക്കെ അത്യാവശ്യം നല്ല ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാം കൊണ്ട് ടേബിളിൽ വെച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വോയിസ് കൊടുക്കുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച ഇപ്പം ബബ്ബുലാരുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും അതിൻ്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണൊക്കെ നന്നായിട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഫുൾ കിച്ചണും നമ്മുടെ ഫുൾ റൂമും ഹാളും ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്തായാലും കഴിക്കാനായിട്ട് നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. ഏകദേശം എനിക്കൊരു 3-3:30 ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്കിന്ന് ഉണ്ടായിരുന്നത് ചിക്കൻ കറിയും പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ വത്തക്കുഴമ്പിൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആത്മാർത്ഥത കുറച്ച് കൂടിയിട്ട് കുറച്ച് നമ്മുടെ മാറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു 4-5 മാറ്റ് ഉണ്ടാവും കേട്ടോ. അതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ആവേശത്തിൻ്റെ പേരിൽ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും തോളും നടുവിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. അതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇന്നങ്ങനെ ആയാസപ്പെട്ട് പണിയെടുക്കാനായിട്ട് തോന്നുന്നില്ല. ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ പിറകെ നടന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്തൊരു ആവേശമായിരുന്നു ഇത് കണക്ക് ചുമ്മാ പണിയെടുക്കാനായിട്ട്, വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെ ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ സിങ്കിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകണമെന്ന്. ഇവിടെ ഞാൻ ഡെയിലി തേച്ചൊരച്ച് കഴുകും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ വേസ്റ്റ് ബോക്സ് വയ്ക്കാൻ വേറെ സ്ഥലമേ ഇല്ല. അതുകൊണ്ടിട്ട് അവിടെയാണ് വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇടുന്ന വേസ്റ്റും അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകിയിട്ടുള്ള വേസ്റ്റും വെള്ളവും എല്ലാം അവിടെ തെറിച്ചിട്ട് ഒരു അഴുക്ക് സ്മെല്ല് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടിട്ട് എന്താ പറയുക, ഡെയിലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ മാക്സിമം 3 ടൈംസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ 2 വട്ടമെങ്കിലും ഇതുപോലെ കഴുകും കേട്ടോ. ആ ഒരു കൗണ്ടർ ടോപ്പ് ഏരിയയും ആ ഒരു സിങ്കിൻ്റെ ഏരിയയൊക്കെ ഇങ്ങനെ കഴുകും. അപ്പോൾ ഏകദേശം ഇന്നത്തെ എൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി വൃത്തിയാക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മളതേ കണ്ട ഈ സ്റ്റൗ ആണ് വൃത്തിയാക്കാനുള്ളത്. സ്റ്റൗ ഞാൻ ഡെയിലി ഒരു വട്ടമായിരിക്കും വൃത്തിയാക്കുന്നത്. എല്ലാ കുക്കിങ് കഴിഞ്ഞിട്ട് ഒന്ന് നൈറ്റ് ടൈം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൃത്തിയാക്കും. ഉച്ചയ്ക്ക് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റൗ ആണെങ്കിലും നൈറ്റ് ആയാലും വൃത്തിയായിട്ട് തന്നെ കിടക്കും, വലിയ കുഴപ്പമുണ്ടാവത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉച്ചയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാം. നൈറ്റ് അങ്ങനെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. നൈറ്റത്തേക്കുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പണിയായിട്ട് എപ്പോഴും തോന്നാറുള്ളത് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു മീൽ പ്ലാനിങ് ഒന്നും എനിക്കില്ല. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എന്താണോ ഉണ്ടാക്കാൻ തോന്നുന്നത് അതങ്ങ് പൊതുവേ ഉണ്ടാക്കുക കേട്ടോ ചെയ്യണേ. പിന്നെ വൈകുന്നേരം അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലൗഡ് കിടക്കുന്നുണ്ടോ, നല്ല മഴക്കോളും കാര്യങ്ങളും, മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ നൈറ്റ് ഞങ്ങൾ മോമോസൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോയി.